ശ്രദ്ധിക്കുക. എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ടാണ് പായരുത്, അവിടെ ഇരിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് ഒരാള് ആ രൂപത്തിൽ തന്നെ ഇരിക്കുക. സുബഹി നിസ്കരിച്ച് ഖിബലയിലേക്ക് മുന്നിട്ടിരുന്നിട്ട് സൂര്യോദയം വരെ ഖുർആൻ ഓതുകയോ ദിക്ർ ചൊല്ലുകയോ ചെയ്താൽ തഅദിൽ ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ. ഈ ഹദീസ് സ്വഹീഹാണെന്ന് നാസ്റുദ്ദീനുൽ അൽബാനി പോലും രേഖപ്പെടുത്തിയതിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. വെറുതെ പറയല്ല. ഒരാൾ സുബഹി നിസ്കരിച്ചു, എന്നിട്ട് അങ്ങനെ തന്നെ ഇരിക്കുക. പിന്നെ അവിടെ ഇരിക്കണ്ട എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അങ്ങനെ തന്നെ ഇരിക്കുക. ഏതുവരെ ഇരിക്കുക? അങ്ങനെ ഇരിക്കുക. ഖിബലയിലേക്ക് മുന്നിട്ടിട്ട് ഇരിക്കുക. എന്നിട്ട് ഏതുവരെ ഇരിക്കുക? ഹത്താ തത്ലുഅ അശംസു, സൂര്യോദയം വരെ ഇരിക്കുക. എന്നിട്ട് ദിക്ർ ചൊല്ലുക, ഖുർആൻ ഓതിയാൽ തഅദിൽ ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ, പൂർത്തിയായ ഉംറയോട് കിടപിടിക്കും. ഒരു ഉംറ പൂർത്തിയായതു തന്നെ സാക്ഷാൽ ഉംറ തന്നെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഉംറക്ക് കടപിടിക്കണ പണിയെടുക്കണമെങ്കിൽ ഖുബാവ് പള്ളി പോയി നിസ്കരിക്കണം. അതിന് ഉറുപ്പ്യത്ര ചെലവുണ്ട്, മനസ്സിലാവില്ല. ഇത് പെടതാ പണിയുള്ള ദിവസം പായ, പണിയില്ലാത്ത ദിവസം. ഒന്ന് ശ്രദ്ധിക്കുക. ഇമാനുള്ളവർ മനസ്സിലാവണില്ലേ പറഞ്ഞത്? ചിന്തിക്കുക. നിസാര പണിയുണ്ട്, നിസാര പണി. ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരുമാറാകട്ടെ എല്ലാവരും. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക. ഈ ഇരുത്തത്തിന്റെ ഇടയിൽ ചില ദിക്ർ ഞാൻ പറഞ്ഞുതരാം. ഈ ഇരുത്തത്തിന്റെ ഇടയിൽ ചെല്ലേണ്ട ആ ദിക്റുകൾ, ഇനിയിപ്പോ പറയുന്ന ഈ ദിക്റുകൾ മാ ബൈന തുലൂഇൽ ഫജ്റും തുലൂഇ ശംസും മാ ബൈനൽ അസ്റു വൽ ഗുറൂബുമാണ് നടപ്പിലാക്കേണ്ടത്. ഇനി പറയുന്ന ഈ ദിക്ർ ശ്രദ്ധിക്കുക. മാ ബൈന തുലൂഇൽ ഫജ്ർ തുലൂഇ ശംസ്, അതായത് സുബഹി നിസ്കരിച്ചിട്ട് സൂര്യോദയത്തിന്റെ ഇടയിൽ, പിന്നെ അസ്ർ നിസ്കരിച്ചിട്ട് മഗ്രിബിന്റെ ഇടയിൽ നടപ്പിലാക്കേണ്ട ദിക്ർ ഏതാ? മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി. എന്റെ അങ്ങനെ തന്നെ പറഞ്ഞത് ഈ നേരം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഹദീസ് അദ്കാറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാബൈന തുലൂഉൽ ഫജ്രി വ തുലൂഉ ശംസിനും മാബൈനൽ അസ്രി വൽ മഗ്രിബി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെയാണ് ആ അധ്യായത്തിലാണ് ഈ ഹദീസുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക. എന്താണ്? മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ, സുബ്ഹാനല്ലാഹിൽ അലീമിന് വേറെ കൂലിയിട്ടും സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ എന്നൊരുത്തം പറഞ്ഞാൽ അത് മാത്രം. കൂടെ എന്തും കൂടി കൂടട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം. അതിന് ഫദ്ലുണ്ടല്ലോ. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. ബുഖാരി, സ്വഹീഹുൽ ബുഖാരി 6 സ്ഥലത്തെങ്കിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ. നാവ് ദിക്ർ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും അള്ളാനെ ഓർക്കുകയാണ്, ചെല്ലൊന്നുമല്ല, വല്ലാത്ത ഓർക്കലാണ്. നാവ് നാവ് എന്നാ പറഞ്ഞത്. നാവുകൊണ്ട് ഏതായാലും ഓർക്കാൻ കഴിയും. എന്താ ഇപ്പൊ പറയുന്നത്? പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞ് അടുത്ത് പറയുമ്പോൾ പിന്നെ പൊളിഞ്ഞു. എന്നാ പൊളിഞ്ഞിട്ടുണ്ട്, നീ കേൾക്കണം അന്തം മുട്ടവനും വല്ല ബോധമുണ്ടോ? അതില്ലതാണ്. ഇത് പറഞ്ഞതിനെ തെറ്റിയിട്ടുണ്ട്, ഈ പറഞ്ഞവന് പെച്ചിട്ടുണ്ടെന്ന് ഇവന് മനസ്സിലാവണില്ല. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن. നാവിന് ഏറ്റവും എളുപ്പമുള്ളത്, പിന്നെ തുലാസിലോ വലിയ കനമുള്ളത്, അള്ളാഹുവിനോ വലിയ ഇഷ്ടപ്പെട്ടത് ഏതാ? 2 വാക്ക്. കലിമതാനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഉറക്കെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഒന്നും കൂടെ ഉറക്കെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. മുഅ്മിനീങ്ങളെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന പദമെങ്കിലും ഒരാൾ 100 വട്ടം ചൊല്ലിയാൽ മറ്റേനും വേറെ കൂലി ഉണ്ടാവും. ഇതെങ്കിലും ഒരാൾ ചൊല്ലിയാൽ ലം യഅതി അഹദുൻ ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി ഇല്ലാ ഖാല മിസ്ല മാ ഖാല ഔ സാദ അലൈഹി. സ്വഹീഹ് മുസ്ലിം. ഹബീബായ നബി പറയാം സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. ഹബീബായ നബി പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. മുസ്തഫായ നബി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ആ ഇരുത്തത്തിൽ എന്തേലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എങ്കിലും 100 വട്ടം ചൊല്ലിയാൽ മറ്റേന് വേറെ കൂലി ഉണ്ടാവും. ഇതെങ്കിലും 100 വട്ടം ചൊല്ലിയാൽ ലം യഅതി അഹദുൻ ബിഅഫ്ളല മിമ്മാ ജാ ബിഹി, ഇവൻ കൊണ്ടുവന്നതിനേക്കാൾ മെച്ചമായത് കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല യൗമൽ ഖിയാമ, അന്ത്യനാളിൽ.
ഇല്ലാ ഖാല മിസ്ല മാ ഖാല, ഇവൻ പറഞ്ഞതുപോലെ പറഞ്ഞവനല്ലാതെയോ, ഔ സാദ അലൈഹി, അല്ലെങ്കിൽ അതിനേക്കാൾ കൂട്ടി പറഞ്ഞതിനല്ലാതെയോ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, 100 എന്നത് കറക്റ്റായ എണ്ണമൊന്നും അല്ല, ബൈസ. കാരണം സാദ അലൈഹി എന്നൊരു വാക്ക് റസൂൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? കൂട്ടിയും പറയാ, ഇത്ര കിട്ടിയ പറയാ. ആ ഇരുത്തത്തിൽ ചെല്ലാവുന്ന വേറൊരു ദിക്റാണ് അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആനി വഹുന്ന മിനൽ ഖുർആൻ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ 4 എണ്ണമാണ്. അർബഉ കലിമാത്തിൻ സ്വഹീഹ് മുസ്ലിം. ഇതൊന്നും എവിടുന്നെങ്കിലും വായിക്കല്ല, സ്വഹീഹ് മുസ്ലിം. അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആൻ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകൾ 4 എണ്ണമാണ്. വഹുന്ന മിനൽ ഖുർആനി. ആ 4 വാക്കുകളും ഒരു സ്ഥലത്തല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഖുർആനിലുണ്ട്. ഏതാ 4 വാക്ക്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വർക്കെ ഒന്നും കൂടെ ഒന്നും കൂടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഹബീബായ നബി പറഞ്ഞു, എന്താ അതിന്റെ പ്രത്യേകത? അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആൻ വഹുന്ന മിനൽ ഖുർആൻ. ഖുർആനുമാണ്, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളതുമാണ്. ഖുർആനിൽപ്പെട്ടതാണവ, ശ്രേഷ്ഠമുള്ളതുമാണ്. ദിക്റുമാണ്, ഖുർആനുമാണ്. ഏതാ? ഒന്നും കൂടെ. സുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي اللهم اغفر لي ذنوبي يا رب العالمين. ആ നേരത്തെ ചെല്ലാവുന്ന വേറെ ദിക്റും പറഞ്ഞുതരാ. ഇരിക്കണം എന്നൊന്നുമില്ല. ബസ്സിൽ കയറി സുബഹി നിസ്കരിച്ചു, നേരെ ബസ്സിൽ കയറി ആവശ്യത്തിന് പോവാ. അല്ലെങ്കിൽ നീ ഡ്രൈവറാ, നീ വണ്ടിയിൽ കയറി. അല്ലെങ്കിൽ ഏതാൾക്കും ദിക്ർ ചെല്ലാം, ഏത് ജോലിക്കാരന് ദിക്ർ ചെല്ലാം, ആർക്കും ചെല്ലാം. ദിക്റാകട്ടെ കുനൂസുദ്ദുനിയാ, സ്വർണവും വെള്ളിയും വനീമത്ത് ഓഹരി ചെയ്യാൻ ഹബീബിന്റെ അരികിൽ കൊണ്ടുവന്നു. ഹബീബായ നബിയോട് പറഞ്ഞു, ഒരു ചെറു നബി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, തബ്ബൻ ലിദ്ദഹബി വൽ ഫില്ല, തബ്ബൻ ലിദ്ദഹബി വൽ ഫില്ല, തബ്ബൻ ലിദ്ദഹബി വൽ ഫില്ല. സ്വർണത്തിനും വെള്ളിക്കും നാശം, സ്വർണത്തിനും വെള്ളിക്കും നാശം, സ്വർണത്തിനും വെള്ളിക്കും നാശം. അപ്പോൾ ഓരോച്ചരാൻ വേണ്ടി പറഞ്ഞവർക്ക് ഒരു തരം വൈഷണ്യം. ഫമാദാനത്തഖിദു കൻസൻ, പിന്നെ എന്തെങ്കിലും സമ്പാദ്യം വേണ്ടേ നബിയെ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, അർബഅ, 4 കാര്യം മിൻ കുനൂസിദ് ദുനിയ. നിങ്ങൾക്ക് നേരം വൈകിട്ടുണ്ടോ? ശ്രദ്ധിക്കണുണ്ടല്ലോ അല്ലേ? 4 കാര്യമാണ് ദുനിയാവിന്റെ സമ്പാദ്യം. 1 ലിസാനുൻ ദാകിർ, 2 വഖൽബുൻ ഷാകിർ, 3 വബദനുൻ സ്വാബിർ, 4 വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനിഹി. സ്വഹീഹ് മുസ്ലിം. 4 കാര്യമാണ് ഈ ലോകത്തെ സമ്പാദ്യം. അതൊരാൾക്ക് കിട്ടിയാൽ ഈ ലോകത്തെ മുതലാളിയാണോ? ഓന വലിയ മുതലാളി. 1 ലിസാനുൻ ദാകിർ, ദിക്ർ ചെല്ലുന്ന. 2 വഖൽബുൻ ഷാകിർ, എപ്പോഴും നന്ദിയുള്ള ഒരു ഹൃദയം. എപ്പോഴും നന്ദിയുള്ള ഹൃദയം, നന്ദികേട് അവന്റെ തടിയിൽ ഇല്ല. 3 വബദനുൻ സ്വാബിർ, ഏത് കാര്യത്തിലും ക്ഷമ അനുവർത്തിക്കുന്ന ഒരു ശരീരം. 4 വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനിഹി, സ്വന്തം മതം കാര്യം വളർത്താൻ, മതപരമായ രംഗത്ത് ഒന്നുകൂടി തനിക്ക് നേടാൻ, തന്നെ ഒന്നുകൂടി മതപരമായ കാര്യം ഉണർത്തിത്തരുന്ന ഒരു ഇണ. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, 2 അർത്ഥം വെക്കാം. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അത് ഈ ലോകത്തെ സമ്പാദ്യമാണെന്ന് ഹബീബായ നബി. അതാ സമ്പാദ്യം, അതാ സമ്പാദ്യം. അതിൽപ്പെട്ട 1ാം സമ്പാദ്യമാണ് എന്ത്? ലിസാനുൻ ദാകിർ, ദിക്ർ ചെല്ലുന്ന വല്ലാത്ത സമ്പാദ്യമാണത്. അത് കിട്ടുന്ന ഒരു വല്ലാത്ത സമ്പാദ്യമാണ്. അയാൾക്ക് കിട്ടിയാൽ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞത് വല്ലാത്ത ഒരു സമ്പാദ്യമാണ്. ആ ഒരു സമ്പാദ്യം അള്ളാഹു അതങ്ങട്ട് അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലമ്മാ ഫാറഖ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ മാ ഫാറഖ്തഹു ഔസാനി ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. എന്തൊരു വാക്കാണ് പറഞ്ഞതെന്നറിയോ? മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഹബീബായ നബിയോട് ഞാൻ അവസാനമായി വർത്താനം പറഞ്ഞു പിരിയുകയാണ്, പിന്നെ എനിക്ക് വർത്താനം പറയാൻ കിട്ടിയിട്ടില്ല. ഹബീബ് വഫാത്തായി. ലമ്മാ ഫാറഖ്തു റസൂലല്ലാഹി അഖീറൻ മാ ഫാറഖ്തുഹു. ഹബീബായ നബിയോട് ഞാൻ അവസാനമായി പിരിഞ്ഞ നേരത്ത് ഹബീബ് എന്നോട് പറഞ്ഞിട്ടുള്ള വാക്ക്, ലാ തസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, എല്ലാ നേരത്തും ദിക്ർ കൊണ്ട് നിന്റെ നാവ് നനയണമേ എന്നാണ്. അല്ലദീ മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിതി. സ്വഹീഹുൽ ബുഖാരി. ദിക്ർ ചൊല്ലുന്നവന്റെയും ദിക്ർ ചെല്ലാത്തവന്റെയും ഉദാഹരണം സ്വഹീഹുൽ ബുഖാരി. മസലുൽ ഹയ്യി വൽ മയ്യിതി, ജീവിച്ചവന്റെയും ചത്തവന്റെയും ഉദാഹരണമാണ് സ്വഹീഹുൽ ബുഖാരി. ഹബീബായ നബി പറഞ്ഞു, ശ്രദ്ധിക്കുക, അതുകൊണ്ട് ദിക്ർ നടപ്പിലാക്കുക. അങ്ങനെ തന്നെ നല്ല നേരാണ് ആ നേരത്ത് ആർക്കും ദിക്ർ ചെല്ലാം. ഏത് വളയം പിടിക്കുന്ന ഡ്രൈവർ, ഏത് തൊഴിൽ ചെയ്യുന്ന കൈത്തൊഴിലുകാരൻ, ഏത് ടൈലർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിലാളി, ആർക്കും ദിക്ർ ചെല്ലാം. അധ്യാപകനല്ലാത്തവർക്കെല്ലാം ദിക്ർ ചെല്ലാം. അധ്യാപകന് ദിക്റിന്റെ ആവശ്യമില്ല, അധ്യാപനം തന്നെ ദിക്റാൻ. ശ്രദ്ധിക്കണം, അധ്യാപകത്തിന്റെ നേരത്തെ പുതിയ ദിക്റിന്റെ ആവശ്യം ഇല്ല. അധ്യാപനം വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ യസ്തഗ്ഫിറു യസ്തഗ്ഫിറു ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലുസ് സമാഇ വൽ അർളി ലിയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസി അൽ ഖൈറാ. ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമത്രയും ആകാശലോകത്തുള്ളവരും മലക്കുകളും അള്ളാഹു തന്നെയും അയാളെക്കുറിച്ച് നല്ലത് പറയുകയും മറ്റുള്ളവരെ കൊണ്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ നബി. അപ്പൊ അധ്യാപനത്തിന് നേരത്തെ പുതിയ ദിക്റിന്റെ ആവശ്യം ഇല്ല. വേറുള്ള ഏത് പണിക്കാരന് ദിക്ർ ചെല്ലുകയും ചെയ്യാം. സ്വർഗം നമ്മളിലേക്ക് അടുത്ത് വരും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ ആ ഇരുത്തത്തിൽ ചെല്ല, അല്ലെങ്കിൽ പോക്ക് നടത്തം. ഒരു ദിവസം 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ 100 പ്രാവശ്യത്തിന്റെ ദിക്റിൽ യുഹ്യി വയുമീതു എന്ന റിവായത്ത് കാണുന്നില്ല. ശ്രദ്ധിക്കുക, 100 പ്രാവശ്യത്തിൽ ഒറ്റ പ്രാവശ്യം ചെല്ലുന്ന ആ റിവായത്തിലാണ് എന്തുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു അലാ കുല്ലി ഷൈഇൻ ഖദീർ. കൂട്ടിയ തെറ്റല്ല, പക്ഷേ 100 പ്രാവശ്യക്കാരൻ ഇങ്ങനെ ചെയ്താലും മതിയാകും. എങ്ങനെ ലാ ഇലാഹ യുഹ്യി വയുമീതു കൂട്ടിയ തെറ്റല്ല, അത് ദിക്റിന്റെ ഭാഗം തന്നെ. ഇങ്ങനെ ചെയ്താലും മതിയാകും. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്തില്ല എന്നൊരാള് സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 മറ ഫീ യൗമിൻ, ഒരു ദിവസം അങ്ങനെ ചൊല്ലിയാൽ കുതിബതു ലഹു 100 ഹസന വമുഹിയതു അൻഹു 100 സയ്യിഅ വകാനത് ഹിർസം മിനശ് ശൈത്താൻ. ആ ദിവസത്തിന് പിശാചിനെ തൊട്ടുള്ള രക്ഷയാണ്. 100 നന്മ എഴുതുകയും 100 തിന്മ ഒഴിവാക്കുകയും ചെയ്യും എന്ന് സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം മുത്തഫഖ് അലൈഹി. ഇതൊന്നും റഹ്മത്തുള്ള വാറോല പറയാൻ വിചാരിക്കരുത്, സ്വഹീഹായ ഹദീസാണ്. മനസ്സിലാവണില്ലേ മുഅ്മിനീങ്ങളെ? എന്തേ പറഞ്ഞ ആ ഇരുത്തത്തിന് ഒരു ദിവസം ഇത് ചെല്ല 100 വട്ടെങ്കിലും. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരു 100 തവണയെങ്കിലും ചൊല്ലിയാൽ, 100 ചൊല്ലിയാൽ അവന് കുതിബത് ലഹു 100 ഹസന വമുഹിയത് അൻഹു 100 സയ്യിഅ വകാനത് ഹിർസൻ മിനശ് ശൈത്താൻ. എന്താ ഇതിനപ്പുറം വേണ്ടത്? 3 നേട്ടാ പറഞ്ഞത്. എന്തേ? 1 പിശാച് 100 നന്മ എഴുതും, 100 തിന്മ
ഒഴിവാക്കും. പിന്നെ പിന്നെ പിശാചിനെ തൊട്ട് അവൻ അതൊരു ഏറ്റവും വലിയ രക്ഷാകവചമാകും. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഞാൻ നീട്ടുന്നില്ല, ഇനിയും കുറേ ദിക്റുകളുണ്ട്, ഒക്കെ ചുരുക്കാണ്. ഇനിയും അടുത്തോളം പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഏടുകളുണ്ട്, ആ ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. ഇനി ഒരു ചെയ്യുക, ഇനി വീട്ടിൽ പോവുക, എന്നിട്ട് നമുക്ക് തൊഴിലിന് ഇറങ്ങിപ്പോരാ. ഇനി നമ്മൾ അടുത്ത പരിപാടി തൊഴിലിന് പോവുക, വീട്ടിൽ നിന്ന് ഇറങ്ങുക. വീട്ടിൽ നേരം വെളുത്താൽ എന്തെങ്കിലും തൊഴിലിന് പോകണം. പകലുണ്ടാക്കി വെച്ചത് തൊഴിലിന. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് രാത്രിയാ. എന്തേ പകല് പറഞ്ഞു? പകല് പറയാഞ്ഞു ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല, പകലിൽ നിങ്ങൾക്ക് ജോലി തിരക്കുണ്ടാവും എന്ന് പറഞ്ഞു. വജഅൽന النهار معاشا وبنينا فوقكم سبعا شدادا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا. എന്തൊരു മനോഹരമായ വാക്കാണ് ഇതൊക്കെ. പകൽ നിങ്ങൾക്ക് അധ്വാനത്തിന് വേണ്ടിയുള്ളതാണല്ലോ, അധ്വാനിക്കാൻ വേണ്ടത്. പിന്നെ അതാണ് വേണ്ടത്. അധ്വാനിക്കാൻ കഴിയാത്ത വയസ്സന്മാരൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ പോയി വീട്ടിൽ വന്നിട്ട് പിന്നെ അവരവിടെ കൂടിക്കോട്ടെ. ചെറുപ്പക്കാരൊക്കെ നേരം വിളിത്താൽ പിന്നെ വല്ല പണിക്കും പോകണം, പൈസ ഉണ്ടാക്കണം. നല്ല ഉറുപ്പ്യ നോട്ടിനെ കെട്ടിങ്ങനെ കയ്യിലുണ്ടാകണം. അതൊന്നും വേണ്ടാന്ന് വിചാരിക്കണ്ട. അങ്ങനെ ആർക്കെങ്കിലും ഏറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് അറിയിക്കുകയാണ്. അങ്ങനെയൊക്കെ വേണം മുസ്ലിയാരെന്ന്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി ദയവായിട്ട് ആ പൈസ ഇങ്ങോട്ട് എത്തിച്ചെന്നാൽ മതി. ആർക്കും വേണ്ടാത്ത എനിക്ക് വേണം. ദുന്യാവ് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു അതൊക്കെ മനുഷ്യന് തരും. ഞാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുനെ പറഞ്ഞ നിങ്ങൾ കേട്ടോ, എന്താ പറഞ്ഞത്? വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ എന്ന് പറഞ്ഞാൽ സെയ്ദുൻ അദ്റബു മിൻ അംരിൻ എന്ന അർത്ഥം പറഞ്ഞു. സെയ്ദ് അംറിനേക്കാൾ അടിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ സെയ്ദ് തീരെ അടിക്കൂല, അംറ് തീരെ അടിക്കൂല എന്നർത്ഥമല്ല. സെയ്ദും അംറും അടിയനാണ്. അതിൽ ഏറ്റവും അടി സെയ്ദിനാണെന്നേ അർത്ഥമുള്ളൂ. വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ, ദുന്യാവിനേക്കാൾ ആഖിറം നല്ലതാണെന്ന് പറഞ്ഞാൽ ദുന്യാവ് മോശമെന്നല്ല അർത്ഥം. ദുന്യാവും നല്ലതാണ്, പൈസയും സൗകര്യമൊക്കെ വേണം തന്നെ. അങ്ങനെ പറ്റങ്ങട്ട് കള്ള സൂഫിയായി പോകണ്ട ആരും. അത് കള്ള സൂഫിയാണ്. അത് വല്ലാതെ കള്ള സൂഫിയ. ദുന്യാവ് എന്തിനാന്ന് പറയും ചെയ്യും, എന്നാൽ കിട്ടുന്ന ദുന്യാവൊക്കെ വാങ്ങിവെക്കുകയും ചെയ്യും. അജാതി കുറച്ച് കള്ള സൂഫിയാരുണ്ട്, അത് കള്ള സൂഫിയാണ്. ഇത് ഫമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ്. മുഅ്മിനല്ലാത്തവരെങ്ങനെയാ? മുഅ്മിനല്ലാത്തവർ ഫമിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. ഇല്ല ഇല്ല, ഹസനല്ല. ഹസൻ അവിടെ ഇല്ല, അവിടെ ഒന്നും ഹസനല്ല. അൽ ബഖറ 204 ഹസനല്ല. ഇങ്ങനെയാണ്. ഫമിനന്നാസ് മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഫമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا. فمن الناس മനുഷ്യരിൽ ചില ആളുകളുണ്ട്. അവരെങ്ങനെയാ? അവർ യഖൂലു, അവരിങ്ങനെ പറയും, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. ഹസൻ എന്നും പറയില്ല, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. ഏത് ഹറാമായാലും വേണ്ടില്ല റബ്ബേ ദുന്യാവ് കുറച്ച് കൊണ്ടാന്ന് പറയും. ദുന്യാവ് ഞങ്ങൾക്ക് ഹറാമായാലും വേണ്ട, ഹലാൽ ഞങ്ങൾക്ക് കിട്ടണം കിട്ടണം, അവർക്ക് കിട്ടണമെന്നേ ഉള്ളൂ. റബ്ബ് തൃപ്പതിപ്പെട്ടാലും വേണ്ടില്ല. റബ്ബ് നിങ്ങളിൻ്റെ ഒപ്പല്ലേ, നിങ്ങളിൻ്റെ ഒപ്പല്ലേ. റബ്ബ് തൃപ്പതിപ്പെട്ടാലും വേണ്ടില്ല, തൃപ്പതിപ്പെട്ടിട്ടില്ലേലും വേണ്ടില്ല, കിട്ടണമെന്നേ ഉള്ളൂ. ഒരു വിഭാഗത്തിന്, വലിയ വിഭാഗത്തിന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവർക്ക് അന്ത്യനാളിൽ ഒന്നുമില്ല, ദുന്യാവിൽ എന്തെങ്കിലും കിട്ടുന്നു മാത്രം. എന്നാൽ വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഖിനാ അദാബന്നാർ ഉലൈക ലഹും നസീബും മിമ്മാ കസബു. അവർ അധ്വാനിച്ചതിന്റെ ലാഭം അവർക്ക് ഇവിടെയും ലഭിക്കും, അവിടെയും ലഭിക്കും. വല്ലാഹു സരീഉൽ ഹിസാബ്. പെട്ടെന്ന് അല്ലാഹു ഇവരുടെ വിചാരണ കഴിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ ദുആന്റെ ഫضل എന്താന്ന് കേൾക്കുന്നത്? അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹജ്ജി റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. വർക്കെ
ഏറ്റവും അതിപ്രധാനമായ ഹജ്ജ്. ഹജ്ജിൽ പോലും റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത വാക്ക് വകാന അക്സറു ദുആഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹജ്ജി. ഹജ്ജിൽ റസൂലുള്ളാഹി ഏറ്റവും ദുആ ചെയ്തത്. എന്തിനെ ഈ ദുആ തന്നെ തിരഞ്ഞെടുത്തതെന്നറിയോ? ഇതറിയാത്ത ഒരു കുട്ടി മുസ്ലിം ലോകത്തുണ്ടാവുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിന് വന്നിട്ട് ഞാൻ വലിയൊരു ദുആ പറഞ്ഞു കൊടുത്താൽ അതിന്റെ ഉമ്മത്തിൽ ഒരാൾക്കൊരു സാധുവിന് കിട്ടാതെയായാൽ ആ സാധു ഖൈർ കൂടാതെ മടങ്ങിപ്പോകാതെ ഇരിക്കരുത്, മടങ്ങിപ്പോകരുത് എന്ന് പേടിച്ചിട്ടാവണം ഹബീബായ റസൂലുള്ളാഹിന്റെ അക്സറു ദുആഇഹി. ഏത് പൊട്ടനും പറയാൻ കഴിയുമല്ലോ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന. എന്ത് റഹ്മത്തുൽ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതാണ് ഹബീബായ മുഹമ്മദ് നബി. ഒരാളെ കൂടെ കിട്ടിയില്ല, ഒറ്റക്കൊരാളെ ഹജ്ജിന് പോയാലും കുടുങ്ങില്ല. അതിന്റെ ഷർത്ത് ഫുറൂദ് ഹജ്ജിന് പോയാൽ എല്ലാ ഫضലും കിട്ടി. റസൂലുള്ളാഹിന്റെ ദുആ അയാൾക്ക് കൂടെ ഉണ്ട്. അതിന് ഒരാൾ പഠിപ്പിച്ചു കൊടുക്കണ്ട. അതറിയാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. ഏത് ദുആ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അതാണ് ഏറ്റവും വലിയ ദുആ. അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹു രണ്ട് ലോകത്തെ നമുക്ക് നിറച്ചു തരട്ടെ. അപ്പൊ ഇനി തൊഴിലിന് പോകണം. എങ്ങനെ തൊഴിലിന് പോകേണ്ടത്? ഇനി തുടക്കം. ഖാല അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ഇദാ ഖറജ മിൻ ബൈതിഹി. ഒരു ഏർപ്പാടിന് പുറപ്പെടുന്ന ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് പറഞ്ഞാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഉറക്കെ ബിസ്മില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒന്നും കൂടെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. നാളെ മുതൽ നടപ്പിലാക്കാൻ തയ്യാറുള്ളവരൊക്കെ കൈയൊക്കെ ഒന്ന് കാണട്ടെ. എല്ലാവരും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വീട്ടിൽ നിന്നാണ് കാലെടുത്ത് വെക്കുമ്പോൾ എന്തേ തൗഹീദാണ് പറഞ്ഞത്. ബിസ്മില്ലാ അല്ലാഹുവേ എന്നെ കൊണ്ട് തുടങ്ങുകയാണ്. ബിസ്മിന്റെ ഫضല ബിസ്മിയാ പറഞ്ഞത്. എന്താ ബിസ്മിയുടെ ഫضല്? ബിസ്മി കൊണ്ടാണ് സാങ്കേതിക വിദ്യയില്ലാത്ത കപ്പൽ ഭൂമിയെ അത്ഭുതപ്പെടുത്തിയ ചരിത്രമല്ലേ ഇന്നും. സാങ്കേതിക വിദ്യയില്ലാത്ത ഒരു കപ്പൽ ലോകത്തെ മഹാപ്രളയത്തിൽ മുങ്ങാതെ നിലനിന്നത് ബിസ്മിയുടെ മഹത്വമാണ്. ബിസ്മില്ലാഹി മജ്റഹാ വമുർസാഹാ. ബിസ്മി മാത്രം. സാങ്കേതിക സൗകര്യമുള്ള ടൈറ്റാനിക് നടക്കണമെങ്കിൽ ലെനിൻ കാസ്പറോവിന് കുറെ പൈസ ഉണ്ടായിരുന്നു മാത്രം, അല്ല ഒന്നും ഉണ്ടായില്ല. അമേരിക്കക്കാർ കുറെ പൈസ ഉണ്ടാക്കി വെച്ചു എന്ന് മാത്രം, വേറെ ഒന്നും ഉണ്ടായില്ല. അന്താരാഷ്ട്ര ഫിലിം സൊസൈറ്റിയും കുറച്ച് പൈസ ഉണ്ടാക്കി, അല്ല ഒന്നും ഉണ്ടായില്ല. സാങ്കേതിക കപ്പൽ കൊണ്ട് മുങ്ങിയോണ്ട് പോയി ടൈറ്റാനിക്. എന്നാലോ കുറെ ആണികളും പലകകളും കൂടിയ ഒരു വസ്തുവിന്റെ മേൽ കപ്പൽ എന്ന് പോലും അതിന് പറഞ്ഞില്ല. കാരണം കപ്പൽ എന്ന് പറയാവുന്ന സാങ്കേതിക സൗകര്യങ്ങളൊന്നും അതിന് ഇല്ല. അല്ല അൽവാഹിൻ വദുസുരിൻ, കുറെ ആണികളും കുറെ. പക്ഷേ ഞാനാണ് ഏറ്റിക്കൊണ്ട് നടന്നത്. എന്റെ മേൽനോട്ടത്തിലായിരുന്നു ആ കപ്പൽ പോയത്. അങ്ങനെ പറഞ്ഞു. കാരണം ആ കപ്പലിന്റെ ഉദ്ഘാടനം ബിസ്മില്ലാഹി മജ്റഹാ വമുർസാഹാ. അതാ ബിസ്മി അതയി ചെല്ലണമെന്ന് വിചാരിക്കണേ. ലോകത്തെ ആദ്യത്തെ മഹാസംഭവം തൂഫാനാണ്. തൂഫാനിലെ രക്ഷയുടെ ഉദ്ഘാടനം ബിസ്മില്ലാ എന്നായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തൂഫാന്റെ ശിക്ഷയല്ല, തൂഫാനിലെ രക്ഷയുടെ ഉദ്ഘാടനം ബിസ്മില്ലാ. മനസ്സിലാവണില്ലേ? അതാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അലക്സാണ്ട്രിയയിലെ രാജാവ് ഒരിക്കൽ വലിയ തലവേദന ബാധിച്ചു. പല മരുന്നും ചെയ്തു, തലവേദന മാറിയില്ല. അവസാനം കതബ ഇലാ ഉമറ റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് കത്തയച്ചു. ഒരു വല്ല മരുന്നും ഉമറ നിങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ അയച്ചേരിയും, തലവേദന സഹിക്കണില്ല. ഒരിക്കൽ അലക്സാണ്ട്രിയൻ രാജാവ് കത്തയച്ചു. ഫഅർസല ഉമറു ഇലൈഹി ഖലൻസുവതൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാൾക്കൊരു തൊപ്പി അയച്ചു കൊടുത്തു. റാസിയിലുണ്ട് ഫളാഇൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അധ്യായം. എൻ്റെ മോട്ട് പോക്കിയിട്ട് കാര്യമില്ല, അങ്ങനെ ഉണ്ട് അവിടെ. റാസിയിലുണ്ട്, തഫ്സീർ റാസി. അവിടെ എടുത്ത് നോക്കുക. ഇതൊന്നും ഇത്രയൊക്കെ ഉണ്ടോ എന്നൊക്കെ ആലോചിക്കണോ. ഒരു പക്ഷക്കൂട്ടത്തിലുണ്ടാവാം. എല്ലാം കൂടി ഒരു ടീമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. നിനക്കുണ്ടാവാം, ഉണ്ടായിക്കോട്ടെ. ചിന്തിക്ക്. ഒരു ഓഫീസിൽ ബുദ്ധി പണയം വെച്ചിട്ടില്ലെങ്കിൽ അള്ളാഹിന്റെ സത്യത്തിലേക്കാണ് ഈ ക്ലാസ് ക്ഷണിക്കുന്നത്. ഇതിൽ ഒരു അള്ളാഹിന്റെ സത്യത്തിലേക്ക് ക്ഷണിക്കുക. ഓഫീസിൽ ബുദ്ധി പണയം വെച്ചിട്ട് വരണ്ട, സത്യത്തിലേക്ക് ചിന്തിച്ചോളൂ.
ഒരു മുൻവിധിയില്ല. അള്ളാഹിൻ്റെ ദീൻ പറയാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒക്കെ പറഞ്ഞു കേട്ടോ, ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട്, ഇന്ന മഹാൻ ചെയ്തിട്ടുണ്ട്, അവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടേ പറയുന്നുള്ളൂ. തഫ്സീർ റാസി തഫ്സീറുൽ കബീർ, ഇമാം ഫഖ്റുദ്ദീൻ റാസി തഫ്സീറുൽ കബീർ, ലോക പ്രശസ്തനായ ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീർ ഫളായിൽ ബിസ്മില്ലാ ഇവിടെ പറയുന്നുണ്ട്. ഒരു തൊപ്പി അയച്ചു കൊടുത്തു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. മുഖൗഖിസ് രാജാവിന് തൊപ്പി അയച്ചു കൊടുത്തു, അലക്സാണ്ട്രിയൻ രാജാവിന് തൊപ്പി കിട്ടി. ഇടുപ്പെന്റെ മരുന്ന ഒരു എഴുത്തും കൊടുത്തയച്ചിട്ടുണ്ട്, തൊപ്പിയാൻ തലയിൽ വെച്ചാൽ ഇന്നാ തലവേദന മാറിക്കോളൂ. ഫലമ്മാ വളാഹാ സകന സുദാഉ വലമ്മാ റഫഅഹാ റജഅ സുദാഉ. അയാൾ തൊപ്പി വെച്ചോടെ തലവേദന അടങ്ങി. ഫലമ്മാ വളാഹാ, തൊപ്പി അയാൾ ഇങ്ങനെ തലയിൽ വെച്ചതോടുകൂടെ സകന സുദാഉ, തലവേദന അടങ്ങി. ഫലമ്മാ റഫഅഹാ റജഅ സുദാഉ, തൊപ്പി തലേന്ന് എടുക്കണോടുകൂടെ തലവേദന മടങ്ങി. ഇതെന്ത് ചെയ്കുട്ടി പാപ്പയാണ്, ഇതെന്തോ നമ്മളെ ഒപ്പിച്ചതാണോ ഉമർ എന്ന് കരുതിയിട്ട് അയാൾ അത് പൊളിച്ചു നോക്കാൻ കൽപ്പന കൊടുത്തു. പൊളിച്ചു, ഈ തോല് പൊളിച്ചു, ഈ തൊപ്പി പൊളിച്ചു, പൊളിപ്പിച്ചു. പൊളിച്ചു നോക്കുമ്പോൾ വജദൂ ഫീഹാ ഖിർഖതൻ മക്തൂബൻ ഫീഹാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിലൊരു തുണി കഷ്ണം ഉണ്ടായിരുന്നു, അതിൽ എഴുതി വെച്ചിരുന്നു എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് അത് പറഞ്ഞു നിനക്കൊരാപത്തും വരില്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി. നമ്മളിപ്പോഴും രാവിലെ എന്ന് കഴിഞ്ഞിട്ടില്ല, വൈകുന്നേരം ആകുമ്പോഴത്തിന് 4 കൊല്ലം കഴിയും. അതുകൊണ്ട് മുസ്ലിമിൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കമാണിതെന്ന് വിചാരിച്ചാൽ മതി. മുസ്ലിമിൻ്റെ ഒരു ദിവസമായിട്ടില്ല, ഇത് മുസ്ലിമിൻ്റെ 1/4 ദിവസമാണ്. തുടങ്ങണേ ഉള്ളൂ, നമുക്കിനി ഒരുപാട് പോവാണ്ട്. ഇതൊരു വലിയ ഗഹനമായ വിഷയമാണ്. അള്ളാഹു ഇതെന്നും പറയാൻ, നമ്മളെ പരിപാടി നടക്കുന്നിടത്തോളം കാലം മുസ്ലിമിൻ്റെ ഒരു ദിവസം പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞിട്ടില്ല, അത്രയും ഗഹന വിഷയ സമയം കഴിഞ്ഞു. ഞാൻ ഇന്ന് നേരത്തെ തുടങ്ങിയതുകൊണ്ട് ഇന്ന് വളരെ കുറഞ്ഞ പ്രസംഗം ഇവിടെ നടന്നുള്ളൂ. അതുകൊണ്ട് നേരത്തെ തുടങ്ങിയതുകൊണ്ട് ഇന്ന് വിഷയം തീർക്കാൻ കഴിഞ്ഞു വിചാരിച്ചു. പക്ഷെ സത്യത്തിൽ കാൽ ഭാഗമായിട്ടില്ല വിഷയം. പറയാ, ശ്രദ്ധിക്കുക, അതാണ് പറയണത് തീർത്ത് പറയാ, ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാനത് തീർത്ത് പറയാം. ഏതായാലും ഒരു സ്ഥലത്തെത്തൂലല്ലോ, അതുകൊണ്ട് അതാണ് തീർത്ത് പറഞ്ഞുതരാം. ബിസ്മി ശ്രദ്ധിക്കുക, അവിടെ പോരാ, ബിസ്മി ശ്രദ്ധിക്കുക. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മിയുടെ മാത്രം ഞാൻ പറഞ്ഞത് ഒന്നും കൂടി പറയാ. ബിസ്മി എന്നത് അവിടെ മാത്രം പോരാ, എവിടെയും കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദഅ ബിസ്മില്ലാഹി ഫഹുവ അഖ്തഉ. ഏത് നല്ല കാര്യത്തിനും അഗ്ലിഖ് ബാബക വദ്കുർ ഇസ്മല്ലാഹി അലൈഹി വത്ഫി മിസ്ബാഹക വദ്കുർ ഇസ്മല്ലാഹി അലൈഹി وخمر إناءك واذكر اسم الله عليه وأوقي سقاك واذكر اسم الله عليه. ഹബീബായ നബി പറഞ്ഞു, വാതിലടക്കുകയാണ് ബിസ്മി ചൊല്ലുക. സ്വഹീഹുൽ ബുഖാരി. വാതിലടക്കുകയാണെങ്കിൽ ബിസ്മി ഇല്ല, വാതിലടക്കുക എന്ന് പറഞ്ഞു ബിസ്മി ഇല്ല. പിന്നെ പാത്രം നീ മൂടി വെക്കണം. അവിടെയും ബിസ്മി ചൊല്ലണം. ഒരു സഞ്ചി തുറന്നിടരുത്. അത് ഒരു സഞ്ചിയാണെങ്കിൽ തോൽ സഞ്ചിയോ വെള്ള സഞ്ചിയോ എന്താണെങ്കിലും അതൊന്ന് കെട്ടിവെക്കണം. അപ്പോഴും ബിസ്മി ചൊല്ലണം. വിളക്കോഫാക്കാണെങ്കിലും അതിനുശേഷമുള്ള കർമ്മങ്ങളിൽ റബ്ബിന്റെ ബർക്കത്തുണ്ടാവണം. വാതിലടച്ചിട്ടുള്ള കർമ്മത്തിൽ റബ്ബിന്റെ ബർക്കത്തുണ്ടാവണം. പാത്രം മൂടി വെച്ചാൽ ഇനി ആ തുറന്നിട്ടെടുക്കുന്ന വെള്ളത്തിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ അവിടെ സീൽ വെക്കണം. എന്താണ് സീല്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വഹീഹുൽ ബുഖാരി. ഇദാ തഅശ റജുലുൻ, ഒരാൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഫദകറ ബിസ്മില്ലാ, അയാൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞു പോയാൽ ഹസന ശൈത്താനു ബിഫഖദി മഈശതിഹി, അയാളെ മഈശത്ത് നഷ്ടപ്പെട്ടതുകൊണ്ട് ശൈത്താൻ ഇരുന്ന് കരയുമെന്ന് ഹബീബായ നബി. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഒരാൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്തു? ബിസ്മില്ലാന്ന് ചൊല്ലിയാൽ ശൈത്താന് ഇരുന്ന് കരയും. ഇന്നത്തെ നമ്മളെ അന്നം മുടങ്ങിയാലോ? മനസ്സിലായില്ല. ഇദാലം യദ്കുർ ഇസ്മല്ലാഹ്, ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലോ ഫരിഹ ശൈത്താൻ നതഅശൽ ലൈല, ഇന്ന് നമുക്ക് കുശാലായ ഭക്ഷണമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിശാച് ചിരിക്കുമെന്ന് ഹബീബായ നബി. നിങ്ങൾ ചിന്തിക്കണം. അബൂദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും റഹ്മത്തുള്ള വെറുതെ പറയല്ല.
അബൂദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പൊ എവിടെയും ബിസ്മി, എവിടെയും പോക്കിലും വരവിലും ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ദിക്ർ ബിസ്മി ആവണം. എപ്പോഴും പോക്ക് വരവ് എടുത്ത് വെക്കല് പോക്ക് എല്ലാത്തിനും ബിസ്മി. അവ്വലു മാ ബദഅൽ വഹ്യു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യമായി വഹ്യ് ഇറങ്ങിയത് ഹബീബായ നബിയിലേക്ക് ആദ്യമായി പറഞ്ഞു കൊടുത്ത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറയൂന്ന് പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു ഇഖ്റ ബിസ്മി റബ്ബിക്, നിങ്ങളുടെ റബ്ബിന്റെ പേര് തന്നെയാണ് പറഞ്ഞോളുക. അപ്പൊ പറഞ്ഞു കൊടുത്തത് ആദ്യം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. തന്നെയാണ് അവ്വലു മാ ബദഅൽ വഹ്യു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ അതിപ്രധാനപ്പെട്ട കാര്യം ബിസ്മി മറക്കരുത്. എവിടെയും പോകും, എവിടെയും പോക്ക് വരവ്, എവിടെയും പോക്കിലും വരവിലും അങ്ങനെയാണ്. ഒറ്റ വാക്ക് പറയട്ടെ, നേരം കൈനോട് ഞാൻ പറയാണ്. മൻ ഖാല ഹീന യുംസി ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ അസ്-സമീഉൽ അലീം 3 മററാത്തിൻ ലം യദുറഹു ശൈ. സ്വഹീഹ് മുസ്ലിം. ഒരാൾ വൈകുന്നേരം 3 വട്ടം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ അസ്-സമീഉൽ അലീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനും ഒന്നിനും അവനെ ബുദ്ധിമുട്ടാക്കാൻ കഴിയില്ല. സ്വഹീഹ് മുസ്ലിം. വലിച്ചെറിഞ്ഞില്ലേ? ഇതൊക്കെ വലിച്ചെറിഞ്ഞില്ലേ? നാശിച്ചല്ലോ അന്ന് മുതൽ. ഇതൊക്കെ വലിച്ചെറിഞ്ഞല്ലോ, അതൊക്കെ വലിച്ചെറിഞ്ഞു. അതിന് നമ്മൾ ന്യായം പറഞ്ഞത് എന്താ? അത് ഹദ്ദാദ് അല്ലേ? ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പനല്ലേ അർത്ഥം. നമ്മൾ പറഞ്ഞു ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പനല്ലേ, അത് ഹദ്ദാദിൻ്റെതല്ലേ. അങ്ങനെയാണെങ്കിൽ ബുഖാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബുഖാർ എന്ന് പറഞ്ഞാൽ എന്താ? പുക എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഒക്കെ ഒഴിവാക്കുക. ഇത് ഹബീബായ റസൂലുള്ളാഹിന്റെ ദിക്റാൻ. മുസ്തഫ നബിയുടെ ഹദീസ് ഒരുമിച്ച് കൂട്ടി, ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് കൂട്ടി, മൊത്തം ഹദീസ് സ്വഹീഹ് ജംഇ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഹദീസിൽ വന്നൊരു ഗ്രന്ഥം. ആ ഹദീസ് ഒരുമിച്ച് കൂട്ടി ആളുടെ പേരിലേക്ക് ആ കിതാബിനെ ചേർക്കപ്പെട്ടു സ്വഹീഹുൽ ബുഖാരി. അദ്കാർ ദിക്ർ എന്ന നിലയിൽ ഒരുമിച്ച് കൂട്ടി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ ഏടിന് പേര് വന്നു ഹദ്ദാദ്. പക്ഷേ ദിക്ർ എന്നത് അദ്കാർ റസൂലില്ലാഹ്. മനുഷ്യന്മാരെ, മഹ്ശറയെ പറ്റി ഒരിക്കൽ ഹബീബായ നബി വലിയ വയല് പറഞ്ഞു. ഞാൻ വൈകുന്നേരത്തിലേക്ക് ഒന്ന് ചാടിയതാണ്, നേരം വൈകിയതുകൊണ്ട്, മറക്കാൻ പാടില്ലാത്തതുകൊണ്ട്. ഞാൻ വിഷയത്തിന് ബാക്കി പിന്നെ അടുത്ത കൊല്ലം വീണ്ടും അവിടെ തന്നെ തുടങ്ങാം. ഹബീബായ നബി ഒരിക്കൽ മഹ്ശറയെ പറ്റി വയല് പറഞ്ഞു. ഞങ്ങൾക്ക് പേടിയായി, വലിയ പേടിയായി, കരഞ്ഞു. ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചു, കരഞ്ഞു. അപ്പോൾ പറഞ്ഞു യാ അക്തിറു യാദൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനിൽ ഇസ്ലാം. യാദൽ ജലാലി വൽ ഇക്റാം أمتنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام. حبيبي رسول الله എന്താ എവിടെയും മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു ഇഖ്റഉസ് സഹ്റാവൈൻ, പ്രകാശം പരത്തുന്ന 2 ആയത്ത് ഒരു ദിവസവും ഓതാതെ ഇരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഓതണമെന്ന് പറഞ്ഞു. സ്വഹീഹുൽ ബുഖാരി തുറന്നു നോക്ക്, സ്വഹീഹുൽ ബുഖാരി. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു സഹ്റാവാനി, പ്രകാശം പരത്തുന്ന 2 ആയത്ത് ഏവ നബിയെ, ഏതാണവ? ഫഖാല അൽ ആയതാനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ, അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്താണ്. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഇത് പ്രകാശം പരത്തുന്ന ആയത്താണ്.
ആയത്തുണ്ടാകുമ്പോൾ നിങ്ങളെ തടിയിൽ ഒരു ദിവസത്തിനുള്ള പ്രകാശമുണ്ടാകുമേ, ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുതേ. നബി സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് ഒഴിവാക്കിയില്ലേ? അതൊക്കെ ഹദ്ദാദ് ഒഴിവാക്കിയതോടെ ഉമ്മത്ത് തകർന്നു പോയിട്ടുണ്ട്. ഹദ്ദാദ് ഒഴിവാക്കിയതാണ് സമുദായത്തിന് സംഭവിച്ച 25 പ്രധാന പറഞ്ഞല്ലോ കൊല്ലം 1000 ഹിജ്റ വർഷം, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അല്ലേ പറയേണ്ടവർ പറഞ്ഞല്ലോ. ഹിജ്റ വർഷം 1071 ഹളറമൗത്തിലുണ്ടായ ഭയാനകമായ അപകടത്തെ തുടർന്ന് റസൂലുള്ളാഹിന്റെ ഹദീസുകളിൽ ആപത്തിനെ തടയുന്ന ഹദീസുകൾ ഒരു കിതാബിൽ ഒരുമിച്ച് കൂട്ടിയതാണ്. അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതന്റെ നേതൃത്വത്തിൽ, ആ പണ്ഡിതന്റെ പേരാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. വലിച്ചെറിഞ്ഞു, അതൊക്കെ അത് വലിച്ചെറിഞ്ഞു. നമ്മൾ മുദ്രാവാക്യത്തെ നടക്കുക. അപ്പോൾ എല്ലാവർക്കും വേണ്ട മുദ്രാവാക്യ. നമ്മളും ഒരുതരം കമ്മ്യൂണിസ്റ്റുകളായി മാറി. അതായത് നമുക്ക് ഈ എന്താ മതം എന്ന് പറഞ്ഞാൽ ചില ആരാധന ചടങ്ങുകളാണ്, അതിൻ്റെ അപ്പുറം ഉണ്ടെന്ന് നമുക്ക് വിശ്വാസമില്ല. നമ്മൾ അള്ളാഹിനോട് പറയണം എന്നുള്ള രീതിയും നമ്മളില്ല. നമ്മൾ എങ്ങനെയെങ്കിലും അച്യുതാനം തന്നെ കണ്ണ് തുറപ്പിക്കണം എന്നാണ് അപ്പം നമ്മളെടുത്തുള്ളത്. അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ആ വലിയ ആളെ കണ്ണ് തുറപ്പിക്കണം എന്നാ പ്രശ്നം പരിഹരിക്കുന്നു. അള്ളാഹിന്റെ കണ്ണ് തുറപ്പിച്ചാലേ ഇവർ കണ്ണ് തുറക്കുള്ളൂ. അള്ളാഹു നമ്മൾ നോക്കിയാലേ ഇവർ നോക്കൂ എന്ന് നമുക്ക് മനസ്സിലായില്ല. അള്ളാഹു നോക്കിയാൽ ഇവർ നോക്കൂ, ഇവർ നോക്കിയാൽ ഒരിക്കലും ആ നോട്ടം കൊണ്ടൊരു ഉപകാരം ചെയ്യാൻ കഴിയില്ല. ഇവരും നമ്മൾ അയിനുരിയുള്ള കൊണ്ട് നോക്കണമെങ്കിൽ അള്ളാഹു നോക്കണം. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞ അദ്കാർ നടപ്പിലാക്കണം. മുസ്തഫ നബി പറഞ്ഞില്ലേ, ഒന്നും കൂടി പറയട്ടെ, നേരാണ് വൈകും എന്നതുകൊണ്ടാണ് ഈ ദിക്ർ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ്. കേൾക്കണോ? ഖാലിദ് ഇബ്നുൽ വലീദ് സൈഫുല്ലിലാഹ്, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് ജൂതന്മാരായ ഒരു സംഘം ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ റബ്ബിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ വിഷം കുടിച്ച് മരിക്കാത്ത അത്ഭുതം കാണിച്ചെന്നാൽ നുഅ്മിനു ബിഇലാഹിക് വബിദീനിക്, ഞങ്ങൾ വിശ്വസിച്ചോളാം. ഈ സംഭവം നൂറുകണക്കിന് രേഖയിലുണ്ട്. ഇബ്നു തൈമിയ്യ പോലും തന്റെ അൽ ഫുർഖാനു ബൈന ഔലിയാഇർ റഹ്മാനി വ ഔലിയാഇ ശൈത്വാൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെ സ്വഹീഹായ സംഭവമാണ് എന്ന്. അത് നിങ്ങൾ കൊണ്ടുവരും, ഞാൻ എൻ്റെ റബ്ബിന്റെ പേര് പറഞ്ഞിട്ട് വിഷം കുടിച്ചിട്ട് മരിക്കാതെ കാണിച്ചു തരാന്ന് പറഞ്ഞു. കൊണ്ടുവരുന്നത് കറാമത്ത് എന്നാൽ തോന്നിയതുപോലെയല്ല, കൊണ്ടുവരുന്നു. തോന്നിയതുപോലെ നടക്കാൻ കഴിയും, തോന്നും പോലെ തന്നെ ചെയ്യാൻ കഴിയും. തോന്നാതെ എങ്ങനെയെങ്കിലും കിട്ടുന്നതൊന്നുമല്ല കറാമത്ത്. അങ്ങനെ കിട്ടിയാലും ഇങ്ങനെയും കിട്ടും, ആഗ്രഹത്തിനനുസരിച്ചും കിട്ടും എന്നൊക്കെ ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് പിന്നീട് പറയാം. അങ്ങനെ കൊണ്ടുവന്നു, വിഷം കൊണ്ടുവന്നു, വിഷക്കുപ്പി കൊണ്ടുവന്നു. വാസനിച്ചാൽ ശ്വസിക്കുന്ന വിഷമാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ആയിക്കോട്ടെ, വാസനിച്ച് ഞാൻ വിഷം കുടിച്ചുതരാം, നിങ്ങൾ കുറച്ചാണ്ട് മാറി നിന്നിട്ട് ഞാൻ എന്താ ആവണമെന്ന് നോക്കോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ അടുത്ത് നിന്നാൽ വാസന നിങ്ങൾക്കിടെ തട്ടിപ്പോയാൽ മുമ്പ് പിന്നെ ഞാൻ ബാക്കിയുണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ബാക്കി ഉണ്ടാകണ്ടേ. നിങ്ങളൊന്നാണ് മാറി നിന്നാൽ ഞാൻ കുടിച്ച് കാണിച്ചു തരാം. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു ഫഖാല ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ അസ്-സമീഉൽ അലീം ഫകബ്ബഹു ഇലാ ഫമിഹി ഫലം യദുറഹു. ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും ഉണ്ടായില്ല. ഈ സംഭവത്തിന് ശേഷം 20 കൊല്ലവും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ മരണം സംഭവിക്കുക ചെയ്തത്. ശ്വസിച്ചാൽ മരിക്കുന്ന വിഷം ബിസ്മില്ലാഹി ലാ യദുറു മഅ ഇസ്മിഹി, സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയ ദിക്റല്ലേ അത്. ഇത് ജംഇദല്ലേ, ബുഖാരി മുസ്ലിം സിയാസത്തിലെ ദിക്ർ ജംഇദാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി അക്കാലത്തെ പണ്ഡിതന്മാർ അതും ഒരു ആപത്ത് കാരണം വലിച്ചെറിഞ്ഞു. സമുദായത്തിന് വേറുള്ളവർ മൂക്കത്ത് തൊണ്ടാൻ തുടങ്ങി. അതവിടെ ഉണ്ടായിപ്പോയത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങൾക്കറിയോ, ഞാൻ അവസാനിപ്പിക്കാൻ നേരം വൈകിയല്ലോ. നിങ്ങൾക്കറിയോ, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്ന ഒരു ദിക്റുണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത. എന്താ ഈ ദിക്ർ? ഈ ദിക്റിന്റെ പ്രാധാന്യം കേട്ടോളൂ ശരിക്കും. ഇങ്ങോട്ട് നോക്കി. സഹീഹുൽ ബുഖാരി മദീനയിൽ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഉണ്ടായിരുന്നു. സഹീഹുൽ ബുഖാരി ശ്രദ്ധിക്കണില്ലേ? ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയുടെ മകൻ സാലിം ഇബ്നു ഔഫിനെ ഒരിക്കൽ ശത്രുക്കൾ ബന്ധനസ്ഥനാക്കി. അദ്ദേഹത്തിന്റെ മകൻ സാലിം ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ, സ്വഹാബിയുടെ പേര്, പാപ്പാന്റെ പേര് ഔഫ് ഇബ്നു മാലിക്കിൽ അശ്ജഈ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകനാണ് സാലിം ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സാലിമിനെ പിടിച്ച് ശത്രുക്കൾ ബന്ധനസ്ഥനാക്കി. ഒരു
ജൂത കബീല വലിയ പ്രശ്നമായി. ഔഫിന്റെ വീട്ടിലാകട്ടെ ഭക്ഷണം അധ്വാനിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നത് സാലിം ബിൻ ഔഫായിരുന്നു. സാലിമിനെ ശത്രുക്കൾ പിടിച്ചു കെട്ടുന്നതോടുകൂടെ വീടിൽ പെട്ടി. ഉമ്മാക്കാകട്ടെ വലിയൊരു സ്നേഹമാണ് സാലിമിനോട്. അതുകൊണ്ട് ഔഫിന് വീട്ടിലെല്ലാം പോയി റളിയല്ലാഹു അൻഹു പെണ്ണുങ്ങളെ കരച്ചിൽ, ഉമ്മു സാലിമിന്റെ കരച്ചിലോട് കുടുങ്ങി, വിഷമിച്ചു. ഭക്ഷണമല്ല, ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, അതിന്റെ പുറമെ ഭാര്യന്റെ കണ്ണീര് കാണാൻ വയ്യ. നേരെ ഹബീബിന്റെ അരികിൽ വന്നു. ഹബീബിനോട് പറഞ്ഞു, നബിയെ വീട്ടിൽ ദാരിദ്ര്യം, ഉമ്മു സാലിമിന്റെ കരച്ചിൽ, ഞാൻ വീട്ടിൽ പോകില്ല, എനിക്ക് പ്രശ്നം പരിഹരിക്കണം. ഫഖാല അക്സിറു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സ്വഹീഹുൽ ബുഖാരി. ഇതാണ് പെരുപ്പിച്ചോളൂ പറഞ്ഞു. ഒന്നും വേണ്ട, വീട്ടിൽ പോയിക്കോ. ഭാര്യയും ഭർത്താവ് അതിരുന്ന് പെരുപ്പിച്ചോളൂ പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ പോയി പെരുപ്പിച്ചു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അങ്ങനെ പെരുപ്പിച്ചു കുറേ ഇരുന്ന് ചെല്ലി. പിന്നെന്തുണ്ടായി? ഇനി നമുക്ക് രണ്ടാം ഭാഗത്തേക്ക് പോകാം. രംഗം നമ്പർ 2 ഇങ്ങോട്ട് പോകാം. സാലിമിനെ പിടിച്ചു കെട്ടിയ കബീല ഒരു രാത്രി, ഇയാളത് സൂക്ഷിക്കണമല്ലോ, ഇയാൾ കൊതലിച്ചാണ്, വലിയ നല്ല വെയിറ്റുള്ള നല്ല ആൺകുട്ടിയാ, ഇട്ടിച്ചിട്ട് ഓരോന്നിൻ്റെയും മൈക്ക് ടൈസനേക്കാൾ പൊട്ടിക്കും ഓരോരുത്തരും. ആ ജാതി കരുത്തുള്ളവനാണ് ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു. സാലിമിനെ കൊണ്ട് പേര് കുടുങ്ങി. അതുകൊണ്ട് എല്ലാവരും നോക്കി വെച്ചിരിക്കും സാലിമിനെ. 1-2 ആളുകളൊക്കെ സാലിമ അട്ടിച്ച് പത്തിരിയാക്കും. ആ ജാതി ആൺകുട്ടിയാ സാലിം. കബീല നോക്കിയിരിക്കും. ഇവർക്കാകട്ടെ ഇടക്കിടക്ക് കള്ളുടിക്കാതെ കുറേ ദിവസമൊക്കെ അവർ ക്ഷമിച്ചു. പിന്നെ അവസാനം കുടുങ്ങിയപ്പോൾ അവർ ഒരു ഊഴം നിശ്ചയിച്ചു. ഒരു കൗമാനോട് പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോളൂ സാലിമിനെ, ഞങ്ങൾ ഇന്ന് കള്ളുടിക്കട്ടെ, നാളെ നിങ്ങൾക്ക് കള്ളുടിക്കാം, അപ്പം ഞങ്ങൾ നോക്കിക്കോളാം. ആയിക്കോട്ടെ തീരുമാനിച്ചു. അങ്ങനെ ഊഴം നിശ്ചയിച്ചപ്പോൾ ഒരു കള്ളുടിക്കാൻ വേണ്ടി ഒരുങ്ങി. കള്ള് കുടിക്കും, മറ്റൊരു കള്ളുടിച്ച് ലോഡായിട്ട് വീണ് കിടക്കുക. ഇതോടുകൂടെ സാലിമാണല്ലേ ബന്ധനത്തിനൊക്കെ പുറത്തിയാടി, ഒക്കെ ചവിട്ടി പൊട്ടിച്ച് പുറത്താണ് ചാടിയിട്ട് അങ്ങോട്ട് ശരിയാക്കി ഓരോന്നിനെയും അടിച്ച്. ആ പഴയ കാലത്തെ മലപ്പുറത്തെ തല്ല്, ഇപ്പോഴത്തെ മലപ്പുറത്തല്ല, പഴയ കാലത്തെ അടിച്ചിട്ട് ഇങ്ങോട്ട് ശരിയാക്കിയല്ലത്, അടിച്ച് ഓരോന്നിനെയും ഇങ്ങോട്ട് സൈഡാക്കി വീണു. എല്ലാം ഒറ്റപ്പോരല് പോന്ന് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ സാലിമിന് തോന്നി, എന്തിനാ ഞാൻ ഒറ്റക്ക് പോകുന്നത്, ഏതായാലും വീണ് നടക്കാനുള്ള. ഒരു കൂട്ടർ കള്ളുടിച്ച് സൈഡായിട്ടുണ്ട്, ഒരു കൂട്ടർ അടി കിട്ടി സൈഡായിട്ടുണ്ട്. ഞാനായിട്ട് വെറുതെ പോകുന്നത് എന്തിനാ? അവരെ ധനം മുഴുവനും കൊണ്ടുപോകാൻ തീരുമാനിച്ചു. മടങ്ങിപ്പോന്നു. അവരെ ആടും ഒട്ടകമാണ് തെളിച്ചു. 100ഓളം ആടുകളും 100ഓളം ഒട്ടകങ്ങളും 4000ഓളം ആടുകളും ഉണ്ടായിരുന്നു ആ കബീലക്ക്. ഇത് മുഴുവനും തെളിച്ചിട്ട് അടുത്തൊന്നും വരെ സൈഡാ എന്ന് എണീക്കൂല. നേരം വെക്കുമ്പോൾ എനിക്ക് എത്തേണ്ട അടുത്ത് എത്താൻ തീരുമാനിച്ചിട്ട് ഒറ്റപ്പോരല്ലേ. സാലിം ഗനീമത്തും കൊണ്ടിട്ട് പോന്നു. ഒറ്റപ്പോരല്ലേ മദീനയിൽ വന്നു. ഔഫിന്റെ വീട്ടുപടിക്കൽ ആടും ഒട്ടകവും കരഞ്ഞിട്ട് വയ്യ. നേരം വെക്കുമ്പോൾ ഔഫിന് ബേജാറായി റളിയല്ലാഹു അൻഹു. പാഞ്ഞു നബിയുടെ അടുത്തേക്ക്, നബിയെ എന്ത് പണിയാ സാലിം ചെയ്തത്? സാലിം വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ ചെയ്തത്, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ലല്ലോ. സാലിം വരുന്നതിൻ്റെ പോലെ സാലിം ആ കുടുംബത്തിന്റെ കബീല മുഴുവനും തന്നതാ കൊണ്ടുവന്നു. അപ്പോൾ ഹബീബ് ചിരിച്ചിട്ട് പറഞ്ഞു, അല്ലാഹു തന്ന ഭക്ഷണമാണ്, കിസ്മത്ത് വരെ കൊടുക്കണ്ട. യുദ്ധത്തിലാണെങ്കിൽ പോയവർ കോരി കൊടുക്കണം, ഇത് ഒറ്റക്കാണ്, മുഴുവൻ എടുത്തോളൂ. ബിലൈലത്തിൻ കാന അഫ്ഖറൻ നാസി ബിൽ മദീന ബിലൈലത്തിൻ സാറു അഗ്നന്നാസി ബിൽ മദീന ബിബറകതി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ സംഭവത്തിലാണ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു എന്ന സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. സാലിം ഈ മുതൽ കൊണ്ടുവന്നപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. സാലിമിനെ സ്ഥിരീകരിച്ചു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. മുഅ്മിനീങ്ങളെ, ഞാൻ ഈ വിഷയത്തിന്റെ കാൽഭാഗത്ത് നിർത്തുകയാണ്. അടുത്ത കൊല്ലം ബാക്കി പറയാം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കാം, ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുക എല്ലാവരും. അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചെറുപ്പക്കാരെ, അത് കൊല്ലം തന്നെ പറയേണ്ട കാര്യം. ഒന്ന്, ഒരു ഹദീസ് ഇങ്ങോട്ട് നോക്കി, ഇരിക്കുന്നിടത്ത് എണീക്കരുത് ആരും. ഈ ഹദീസ് കേൾക്കാതെ എണീക്കരുത്. ഈ ഹദീസ് നിങ്ങൾ കേട്ടിട്ട് എണീറ്റാലും വേണ്ട, എണീറ്റ് പോയാലും വേണ്ടില്ല, പോയിട്ടില്ലേലും വേണ്ട. ഇത് കേൾക്കി ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് ശ്രദ്ധിക്കുക. ഫുൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്നത്തെ വിഷയം ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. ഇത് കേട്ടോളൂ. നിങ്ങൾ കേട്ടു എന്ന് പറഞ്ഞാലേ ഞാൻ ഹദീസ് പറയുള്ളൂ. പറയാലോ അല്ലേ?
ഇനി ഒരാൾ കേൾക്കാത്ത ഒരാളുണ്ടാകരുത്. കേട്ടോളൂ ഹദീസ്. കാന യക്റഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൗമ ഖബ്ല ഇശാഇ വൽ കലാമ ബഅദഹു. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാക്ക് മുമ്പ് വർത്താനം പറഞ്ഞിരിക്കലും റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്. ഇശാക്ക് മുമ്പ് ഉറങ്ങൽ റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്. ഇശ കഴിഞ്ഞാൽ വർത്താനം പറഞ്ഞിരിക്കലും റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്. ഇശ കഴിഞ്ഞാൽ, ഇശന്റെ മുമ്പ് ഉറങ്ങരുത്, ഇശ കഴിഞ്ഞാൽ ഉറങ്ങണം. ഇതാണ് സുന്നത്തുർ റസൂൽ എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കാൻ തയ്യാറുള്ള ആൺകുട്ടികളാണ് ഇനി കൈവക്കേണ്ടത്. കൈയാക്കുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പം തന്നെ വെക്കണ്ട, കുറച്ചുകൂടി പറയണ്ട. ശരി, അത് പറഞ്ഞാൽ നമ്മളെ വിഷയം പൂർത്തിയാവും. അല്ല, അത് പറയാം. നമ്മളങ്ങനെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയണല്ലോ. പിന്നെ നാട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മളെ ചെറുപ്പക്കാർ രാവും 12 മണിക്ക് മോട്ടോർ സൈക്കിളും കൊണ്ട് പഞ്ഞെടുക്കുക. ഷവർമ, ബ്രോസ്റ്റ്, ഇത്തരം ഫാസ്റ്റ് ഫുഡ് കേരളത്തിൽ ഒരു മതവിഭാഗത്തിൻ്റെ ഏരിയയിൽ മാത്രമേ നടക്കുള്ളൂ. ഹിന്ദുക്കളുടെ ഏരിയയിൽ ഈ കട തുടങ്ങിയാൽ ഒരാഴ്ച കൊണ്ട് പൂട്ടിപ്പോവും. ക്രിസ്ത്യാനികളുടെ ഏരിയയിൽ ഈ കട തുടങ്ങിയാൽ ഒരാഴ്ച കൊണ്ട് പൂട്ടിപ്പോവും. മുസ്ലിമീങ്ങളുടെ ഏരിയയിൽ മാത്രമേ ബ്രോസ്റ്റ്, ഷവർമ പോലത്തെ കടകൾ നിലനിൽക്കുള്ളൂ. എന്തുകൊണ്ട്? ഈ കടയിലെ കച്ചവടം രാത്രി 10 മണി കഴിഞ്ഞിട്ടാണ്. രാത്രി 10 മണി കഴിഞ്ഞിട്ടും 12 മണിക്കും 2 മണിക്കും നായ പായും പോലെ പാഞ്ഞു നടക്കണ ഒരൊറ്റ കൗം ഇന്ന് ഭൂമിയിലുള്ളത്, ഇന്ന് മലബാറിലുള്ളത് മാപ്പിളാരാണ്. നായ എന്ന് പറഞ്ഞിട്ട് പിന്നെ മുസ്ലിം എന്ന് പറയുന്നത് മോശമല്ലേ എന്ന് എഴുതിയിട്ടാണ് ഞാൻ മാപ്പിള എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കണം. കാരണം ഇത് നായന്റെ സ്വഭാവം, മനുഷ്യന്റെ സ്വഭാവമല്ല. ഹബീബായ നബി ശ്രദ്ധിക്കണേ, സ്വഭാവം അങ്ങനെയാണ്. ആരും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ കുട്ടിയാൽ മതി. നോക്കൂ, ഏത് മതവിഭാഗവും ഹിന്ദുക്കൾ 8-8, 9 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. ഒരു ഏരിയയിൽ നിങ്ങൾ ബസ് ഇറങ്ങിയിട്ട് അവിടുത്തെ ലൈറ്റ് മുഴുവനും 8:30 മണി 9 മണിക്ക് ഓഫായി കണ്ടോ, മനസ്സിലായിക്കോളൂ അവിടെ ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ഉറപ്പിക്കാം. എന്നോട് കണ്ണൂരിക്കാരൻ ഒരാളൊരു വയസ്സൻ ഒരു മാസം മുമ്പ് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ ഈ ഏരിയയിൽ എവിടെയും ബസ് ഇറങ്ങിയിട്ട് ആ ഏരിയയിൽ വിളക്ക് കാണുന്നില്ല, ഒരു 8-9 മണിക്ക് എങ്കിലും ഉറപ്പിച്ചോളൂ, അവിടെ ഹിന്ദുക്കളാണ് താമസിക്കുന്നത്, നേരം വിളിട്ട് അവർക്ക് പണിക്ക് പോകണം, അവർ നേരത്തെ കിടന്നുറങ്ങും. നിങ്ങൾ രാത്രി 12 മണിക്കും ഇറങ്ങി വരുമ്പോൾ കലപ്പലയും ഒച്ചയും ബഹളമൊക്കെ ഒരു ഏരിയ എന്ന് കേൾക്കുന്നുണ്ടോ, അത് നമ്മളെ ഒറിജിനൽ സ്ഥലമാണ് എന്നൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഇത് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഞാൻ എവിടെ പറയേണ്ടത്? ഇത് ഞങ്ങളോട് കേരളത്തോടാണ് ഞാനിത് പറയുന്നത്. നേരത്തെ കടന്നുറങ്ങണം. സുന്നത്ത് ഇന്ന് ആ കൗമിലല്ലേ എന്ന് ചിന്തിക്കണം. അവിടെയാണ് സുന്നത്ത് ആര് കൈവശപ്പെടുത്തിയാൽ ഈ ലോകത്തെങ്കിലും അവർക്ക് ജയിക്കാൻ കഴിയും. പരലോകത്തെ കാര്യം പിന്നില്ലേ. ഏത് അമലിനും ദുന്യവിയും ഉഖ്റവിയായ നേട്ടങ്ങളുണ്ട്. അത് ഭൗതിക ലോകത്ത് ഒരാൾ കൈവശപ്പെടുത്തിയാൽ ഭൗതിക ലോകത്തെങ്കിലും അവർ ജയിക്കും. കലക്ടർ നോമ്പ് വലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, അതിന് ഭൗതികമായ നേട്ടമുണ്ട്, അത് അയാൾക്ക് ലഭിക്കും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ജില്ലാ കലക്ടർ നോമ്പ് വലിക്കുന്നുണ്ടെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ജില്ലാ കലക്ടറെ കുറിച്ച് തന്നെയല്ലേ പറഞ്ഞത്? നോമ്പ് വലിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു, അതിന് ഭൗതികമായ ലാഭമുണ്ട്, അത് അയാൾക്കുണ്ടോ. ഏതൊരു അമലിനും ഭൗതിക ലാഭമുണ്ട്, പാരത്രിക ലാഭമുണ്ട്. പാരത്രിക ലാഭമല്ലേ ഒഴിവാകുള്ളൂ, ഭൗതിക ലാഭമുണ്ട്. നേരത്തെ കിടന്നുറങ്ങുന്നവർക്ക് ഫضലുണ്ടാവും. ഈ ദുന്യാവിലെങ്കിലും അവർക്കൊരു യൂണിറ്റി, അവർക്കൊരു ശരീരബലം, അവർക്കൊരു ഉറപ്പ്, അവർക്ക് നേട്ടങ്ങളുണ്ടാവും. നമ്മൾ രാത്രി ഈ പുളുവായ തടിയും കൊണ്ട് ഈ ഇറച്ചിക്കോഴിയായിട്ട് രാത്രി 12 മണി 2 മണി വരെ പാഞ്ഞിറക്കുക. ഇത് നിർത്തണം. അതിനൊക്കെ താല്പര്യമുള്ള അടുത്ത കൊല്ലം ക്ലാസ്സിന് വന്നാൽ മതി എന്നും പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി വരേണ്ട ആവശ്യമില്ല. ഇവിടെ കല്യാണമൊന്നുമില്ല, അങ്ങനെ എല്ലാവരും കൂടി വരേണ്ട പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ പഠിച്ചോൻ്റെ അടുത്തേക്ക് കേട്ട് മടങ്ങണവർ വന്നാൽ മതി. വളരെ ചിന്തിക്കണം. രാത്രി 2 മണിക്ക് പാഞ്ഞ് നടക്കുക ചെറുപ്പക്കാർ, എന്തതിൻ്റെയൊക്കെ അടിസ്ഥാനം? എന്നിട്ട് എവിടെയോ നടക്കുന്ന പന്ത് കളിയുടെ പേരിൽ 1 മണി 2 മണിക്ക് നിന്നിട്ട് തല്ല ചെറുപ്പക്കാർ, മാപ്പിളാർ. ഇത് അവസാനിപ്പിക്കണം. ഹബീബായ നബി യക്റഹുൽ കലാമ ബഅദൽ ഇശാഇ, ഇശ കഴിഞ്ഞാൽ വർത്താനം പറയൽ പോലും റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. ഇശ കഴിഞ്ഞാൽ പിന്നെ വേഗം പോകും, തൻ്റെ കിടപ്പറയിൽ പോകും, കിടന്നുറങ്ങും. പാതിരാത്രി കഴിഞ്ഞാൽ എണീക്കും, തഹജ്ജുദ് നിസ്കരിക്കും, പിന്നെ ഇരുന്ന് ഖുർആനോടും പിന്നെ സുബഹിന്റെ ബാങ്ക് കൊടുക്കും. റസൂലുള്ളാഹിന്റെ ശൈലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 8:30 മണിക്ക് പോട്ടെ, 9 മണിക്ക് ഒരാൾ കിടന്നുറങ്ങിയാൽ 9 മണിക്കൊക്കെ, ഇന്നത്തെ സാഹചര്യത്തിൽ 7:30 അല്ലേ, 7:30 മുമ്പാണല്ലോ ഇശവാങ്ക് അല്ലേ, 7:30 ഇശവാങ്ക് ജമാഅത്തൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയാലും ഒരു 8:30 9 മണിക്ക് ലാസ്റ്റ് ഉറങ്ങാൻ. 9 മണിക്ക് ഒരാൾ ഉറങ്ങിയിട്ട് 9 മണിക്ക് ഒരാൾ ഉറങ്ങിയിട്ട് 4 മണിക്ക് എണീറ്റാൽ എത്ര മണിക്കൂർ ഉറക്കിട്ടും? 9 മണിക്കൂർ, 7 മണിക്കൂർ ഉറക്കിട്ടും.
ആവശ്യത്തിന് എമ്പോഴും 7 മണിക്കൂർ ഉറക്കം കിട്ടി. 4 മണിക്ക് എണീറ്റാൽ സുബഹിന്റെ മുമ്പ് എണീക്കുന്ന മനുഷ്യന് പിശാചിന്റെ കെട്ടഴിക്കാൻ കഴിയുമെന്ന് ഹബീബായ നബി. പിശാചിന്റെ ഉറക്കിന്റെ അടിയിൽ പിശാചി കെട്ടിയിട്ടുണ്ടാവും, കെട്ടഴിക്കും സുബഹിന്റെ മുമ്പ് എണീറ്റാൽ. 1 4 മണിക്ക് എണീറ്റാല് പിശാചിന്റെ കെട്ടഴിയും, പിശാചിനെ ഒഴിവാക്കാൻ കഴിയും. 1 2 തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയും. തതജാഫ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. സ്വർഗ്ഗം തുറന്നു വെക്കുന്ന നേരം, ആകാശത്തിന്റെ വാതിൽ തുറന്നു വെക്കുന്ന നേരം, സലൂനി സലൂനി, ചോദിക്കേ ചോദിക്കേ എന്ന് റബ്ബ് ചോദിക്കുന്ന നേരം 7 മണിക്കൂർ ഉറക്കം കിട്ടി, തഹജ്ജുദ് കിട്ടി, ദുആ കിട്ടി, ഫളലൊക്കെ കിട്ടി, 1-ാം ജമാഅത്തിൽ സുബഹിയും കിട്ടി. 7 മണിക്കൂർ ആരോഗ്യത്തിന്റെ അപ്പുറം ഉറക്കം കിട്ടി. ശരി ശരി, ആകെ തെണ്ടി നടന്നിട്ട് ഒരു മനുഷ്യൻ തെണ്ടി നടന്നിട്ട് 2 മണിക്കൂറുള്ള TV ചാനൽ മുഴുവൻ നോക്കി ചങ്ങായിമാരൊക്കെ കണ്ട് അവസാനത്തെ ബീഡിയും വലിച്ച് ഒരു 2 മണിക്ക് കിടന്നുറങ്ങിയിട്ട് 8 മണിക്ക് എണീറ്റാലോ? 6 മണിക്കൂർ ഉറക്കം കിട്ടി. 2 ഈ നിലവാരത്തിൽ പോയാൽ അവന്റെ എല്ലാ ബൗദ്ധിക തൃഷ്ണയും തകർന്നു പോകും. 3 അവന്റെ ചെവിടെന്ന് പറഞ്ഞത് തമിഴ്നാട്ടും ആന്ധ്രയെന്നും കൂടി തൊഴിലാളികളെ ഇറക്കിയിട്ട് വലിച്ചെടുത്താലും തീരാത്ത അത്ര വലിയ വേസ്റ്റും കുയ്യാണ്. കാരണം എല്ലാ ദിവസവും മൂത്രിക്കാണ് പിശാച്. മുഅ്മിനീങ്ങളെ, എല്ലാവരും ഞാൻ അവസാനിപ്പിക്കാണ്, എല്ലാവരും നേരത്തെ തന്നെ കിടന്നുറങ്ങുക. മനസ്സിലാവണില്ലേ മുഅ്മിനീങ്ങളെ? അത്യാവശ്യമില്ലാത്തവരൊക്കെ നേരത്തെ തന്നെ കിടന്നുറങ്ങുക. അങ്ങനത്തെ ഒരു സമ്പ്രദായം നമ്മളിൽ കൂട്ടിക്കൊണ്ടുവരിക. എന്നിട്ട് നിസ്കാരങ്ങളും കാര്യമൊക്കെ ശരിയാക്കുക, നല്ലവരാവുക, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവുക, മരിച്ചു പോവുക. ഈ ലോകം മുഴുവനും നമ്മളെ ആദരിക്കുകയും പരലോകം നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയും ചെയ്യും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇനി നാളെ മറ്റന്നാളോ അതിൻ്റെ പിറ്റേന്ന് അവിടെ തന്നെ ഇരിക്കും. നാളെ മറ്റന്നാൾ അതിൻ്റെ പിറ്റേന്ന്, അതായത് ബുധൻ വ്യാഴം വെള്ളി ക്ലാസ് ഇല്ല. ശനി രാവിലെ ക്ലാസ് ആരംഭിക്കും. ശനി ഞായർ തിങ്കൾ ക്ലാസ് ഉണ്ട്. ശനിയാഴ്ച വേഷവിധാനത്തിലെ ഇസ്ലാമിക മാനമാണ് വിഷയം. പിന്നെ ഞായറാഴ്ച വീട്ടുമര്യാദകളാണ്. നമ്മളെ അയൽവാസി ബന്ധത്തിൽ കുറച്ച് വിഷയം പറയാനുണ്ട്, അതേതായാലും അതിൽ കൂട്ടി പറയും. പറഞ്ഞൊക്കെ എല്ലാവരും പ്രാവർത്തികമാക്കിയിട്ട് ജീവിതത്തിൽ കൊണ്ടുവരണം. എല്ലാവരും ആ കാര്യം എല്ലാവരോടും ഞാൻ കണിശമാക്കി പറയാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, 1 മിനിറ്റ്. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കൂട്ടത്തിൽ ഞാൻ പറയേണ്ടതായിരുന്നു, പറയാൻ നേരം കിട്ടിയിട്ടില്ല. ഒരു കാര്യം പറയേണ്ടത്, എല്ലാവരും വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതണം, ഒരു വട്ടെങ്കിലും എല്ലാവരും ഓതണം. വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതുന്നതിൽ നിന്ന് തടയുന്ന ജോലികളുണ്ടെങ്കിൽ ആ ജോലിക്കന്ന് പോകണ്ടെന്ന് വെക്കണം, എന്നാലും അൽ കഹ്ഫ് ഓതണം. ഒരിക്കലും വെള്ളിയാഴ്ച അൽ കഹ്ഫ് മുടക്കരുത്. അൽ കഹ്ഫ് മുടങ്ങുക എന്ന് പറയുന്നത്, ജനങ്ങൾ ജുമാഅത്തൊട്ട് ഇഅ്റാദ് ചെയ്യുക എന്ന് പറയുന്നത്, അവസാനം വരിക എന്നത് മിൻ അലാമത്ത് സാഅ, അന്ത്യനാളിൻ്റെ അടയാളമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അൽ കഹ്ഫ് കാര്യമായി നടപ്പിലാക്കിയിരുന്ന കാലത്ത് നേരം ഒരു 10-10:30 മണിക്കെങ്കിലും പള്ളികളിലൊക്കെ ആളുകളുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇന്നൊരു പള്ളിയിൽ ഒരു 11-11:30 മണിക്കെങ്കിലും ഒരാളെ കണ്ടാൽ അയാൾ പിരിവിന് വന്നതാണ്, സത്യത്തിൽ അയാൾ പള്ളിക്ക് വന്നതാവില്ല. അതാണ് ഇന്നത്തെ സാഹചര്യം. അപ്പം എല്ലാവരും ഞാൻ ശ്രദ്ധിക്കുക. എല്ലാവരോടും ഞാൻ പറയാണ്, എല്ലാ ചെറുപ്പക്കാരും, ഞാൻ അവസാന ദിവസം അതൊന്നും കൂടി ഊന്നി പറയാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും നന്മയിൽ ഭാഗഭാക്കാവുകയും ഈ ഹക്കായ വഴിയിലൂടെ മാത്രമേ, ഈ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലൂടെ മാത്രമേ നമുക്ക് സ്വർഗം പ്രാപിക്കാൻ കഴിയുള്ളൂ. മറ്റതൊക്കെ ആളുകളെ കളിയാക്കുകയും തമാശയാക്കുകയും ചെയ്യുന്ന രീതികൾ മാത്രമാണ്. അവിടെ നിന്ന് നമുക്ക് യഥാർത്ഥമായി ദീനിനെ പ്രാപിക്കാൻ കഴിയില്ല. ഈ ഹക്കായ സബീലാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അത് മാത്രമാണ് സത്യത്തിൻ്റെ കനകം എന്ന് മനസ്സിലാക്കുകയും അതിൽ അടിയുറച്ച് നിലകൊണ്ടുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട്, ഇവിടെ കുറേ സഹോദരിമാർ ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ആവശ്യങ്ങൾ ഇവിടെ പറഞ്ഞു. ബാക്കി അടുത്ത ശനിയാഴ്ചയാണ് ഇനി ക്ലാസ്. ശനിയാഴ്ച രാവിലെ തുടക്കത്തിൽ അവരുടെ വിഷയങ്ങൾ പറയും. എല്ലാവരും ശനിയാഴ്ച രാവിലെ 8 മണിക്ക് തന്നെ എത്തിച്ചേരണം. ശനിയാഴ്ച വേഷവിധാനത്തിലെ ഇസ്ലാമിക മാനം എന്നതാണ് വിഷയം. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കൂടി വന്ന് ക്ലാസ് ഉണ്ട്. ശനിയാഴ്ച വേഷവിധാനത്തിലെ ഇസ്ലാമിക മാനം വളരെ ഗൗരവമുള്ള വിഷയമാണ്. എല്ലാവരും നേരത്തെ തന്നെ വരണം എന്നറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. എല്ലാവരും നമ്മളെ പരിപാടിക്ക് സഹകരിച്ച എല്ലാവർക്കും
എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. കോഴിക്കോട്ട് മലയാളത്തിൽ ദീനീ പ്രബോധനം ചെയ്ത മുത്തഖീങ്ങൾ സ്വാലിഹീങ്ങൾ എല്ലാവർക്കും, എല്ലാ നന്മയുടെ ഗുണകാംക്ഷികൾക്കും, എല്ലാ നല്ല മനുഷ്യർക്കും, ഭൂമിയിൽ അള്ളാഹിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി അധ്വാനിച്ച് മരണപ്പെട്ടു പോയ എല്ലാ നല്ല മനുഷ്യർക്കും, സത്യത്തിൻ്റെ നിദർശനങ്ങളായ എല്ലാവർക്കും അല്ലാഹു തആല അവരെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ.